SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരായ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷണത്തിൽ കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി ഹൈക്കോടതി. പുതിയ ഉദ്യോഗസ്ഥരെ വെക്കുന്നതാണ് നല്ലതെന്നാണ് കോടതിയുടെ നിരീക്ഷണം. വീണ്ടും അന്വേഷണ ഉദ്യോഗസ്ഥൻ സമയം നീട്ടിച്ചോദിച്ചതാണ് യഥാർത്ഥത്തിൽ കോടതിയുടെ വിമർശനത്തിന് ഇടയാക്കിയിരിക്കുന്നത്. വിഷ്ണു സുരേഷ് ഉണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. വിഷ്ണു, ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കുടുങ്ങിക്കിടക്കുന്ന ഈ കേസിൽ ഏത് സാഹചര്യത്തിലാണ് ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തിയത്? ഈ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണോ കോടതിയുടെ വിമർശനം? എന്താണ് ഈ വിമർശനത്തിന് ഇടവരുത്തിയത്? കഴിഞ്ഞ തവണയും ജസ്റ്റിസ് എ ബദറുദ്ദീന്റെ ബെഞ്ച് ഒരു മുന്നറിയിപ്പ് നൽകിയതാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുറച്ചുകൂടി കടുത്ത ഭാഷയിൽ ഇന്ന് അതൃപ്തി രേഖപ്പെടുത്തുകയായിരുന്നു. എസ് ശശിധരനാണ് മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് അന്വേഷിക്കുന്നത്. നേരത്തെ ഒരു ഘട്ടത്തിൽ അദ്ദേഹം വിജിലൻസിലേക്ക് മാറിയ ഘട്ടത്തിൽ അദ്ദേഹത്തെ ഈ കേസിന്റെ ചുമതലയിൽ നിന്ന് മാറ്റിയിരുന്നില്ല. ഒപ്പം 3 മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കണമെന്ന് നിർദ്ദേശവും നൽകിയിരുന്നു. പക്ഷേ 3 മാസം കഴിഞ്ഞ് കുറേ നാളുകളായി ഇപ്പോഴും അന്വേഷണം പൂർത്തിയായിട്ടില്ല. ഇടക്കാല റിപ്പോർട്ട് മാത്രമാണ് ഹൈക്കോടതിക്ക് മുമ്പാകെ എത്തുന്നത്. ഇത്തരം റിപ്പോർട്ട് നൽകലല്ല നിങ്ങൾ ചെയ്യേണ്ടത്. അന്വേഷണം എപ്പോൾ പൂർത്തിയാക്കാനാകും, അല്ലെങ്കിൽ പുതിയ ആളെ വെക്കുന്നതാണ് നല്ലത് തുടങ്ങിയ വാക്കാലുള്ള പരാമർശങ്ങളാണ് കോടതിയുടെ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഒപ്പം ഈ നേരത്തെ കഴിഞ്ഞ തവണ ഈ കേസ് പരിഗണിച്ച ഘട്ടത്തിലും ജസ്റ്റിസ് ബദറുദ്ദീൻ സമാനമായ രീതിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെ വിമർശനം നടത്തിയിരുന്നു. ഈ അന്വേഷണം ഇങ്ങനെ നീണ്ടുപോകുന്നതിന്റെ കാരണം എന്തെന്ന് വ്യക്തമാക്കണം. അതല്ല എങ്കിൽ എപ്പോഴാണ് അന്വേഷണം പൂർത്തിയാക്കാനാകുക എന്ന കാരണം വ്യക്തമാക്കണം. ഈ 2 കാര്യങ്ങൾ മറുപടി പറയണം. ഈ ഇടയ്ക്ക് റിപ്പോർട്ട് തന്നിട്ട് കാര്യമില്ല തുടങ്ങിയ വിമർശനങ്ങളാണ് എസ് ശശിധരനെതിരെ ഉയർന്നിട്ടുള്ളത്. അതിൽ ഇനിയിപ്പോൾ ഔദ്യോഗികമായ ഒരു മറുപടി ഒരുപക്ഷെ അടുത്തവണ നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ഈ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസ് ഒരുപാട് നാളെ അന്വേഷണം ആരംഭിച്ചിട്ട് അദ്ദേഹം മാത്രമല്ല, അതിനു മുമ്പ് ക്രൈംബ്രാഞ്ച് ഒക്കെ അന്വേഷിച്ച കേസാണ്. അതിനുശേഷമാണ് പിന്നീട് എസ് ശശിധരനിലേക്ക് എത്തിയത്. പക്ഷേ അന്വേഷണം എങ്ങോട്ടും എത്തുന്നില്ല. അന്വേഷണ റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കാനാകുന്നില്ല. അതാണ് ഇപ്പോൾ കോടതിയെ ചൊടിപ്പിച്ചത്. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.